ഹായ്, ഞാൻ ഡോക്ടർ അലൈൻ. ഞാൻ വെൽകെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ആസ് വി നോ 8th of March ഇസ് വേൾഡ് വിമൻസ് ഡേ. ഈ വിമൻസ് ഡേന്റെ ഇപ്രാവശ്യത്തെ തീം ഇസ് ലേമൻ ടേംസിൽ പറയുവാണെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ആണ്. ബട്ട് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ റൈറ്റ്സും നമ്മുടെ ജോലിയും നമ്മുടെ സാലറിയും മാത്രമല്ല, നമ്മുടെ ഹെൽത്ത്. ആസ് എ ഡോക്ടർ ഐ വുഡ് അഡ്വൈസ് നമ്മുടെ ഹെൽത്തും കൂടി ഇസ് ആൻ ഈക്വൽ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്സ്. ഈ ഹെൽത്ത് വെച്ച് പറയുവാണെങ്കിൽ ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് കുറേ സ്ക്രീനിങ് ടെസ്റ്റ്സ് ഉണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രോഗങ്ങൾ എപ്പോഴൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സംഗതികൾ. പാപ്സ്മിയർ ഇസ് വൺ ഓഫ് ദ ടെസ്റ്റ്. പാപ്സ്മിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് പേടിയുണ്ട്. അയ്യോ, എന്തേലും നമ്മൾ ചെയ്യാൻ പോവാണോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് യങ് ഗേൾസ് മുതൽ എവറി ഏജ് ഗ്രൂപ്പിൽ പാപ്സ്മിയർ വൺസ് ഇൻ 3 to 5 years ചെയ്ത് വെക്കേണ്ടതാണ്. അത് നമ്മുടെ യൂട്രസിന് സെർവിക്സ് എന്ന് പറഞ്ഞൊരു സെർവൈക്കൽ ക്യാൻസറിനുള്ള ഒരു പ്രിവെൻഷൻ, ഒരു സ്ക്രീനിങ് ആണ്. അതിലെന്തെങ്കിലും നമുക്ക് ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനു മുമ്പേ മെനി ഇയേഴ്സ് ബിഫോർ നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അതനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് ഉള്ളതാണ്. അതേപോലെ നമുക്ക് ബ്രസ്റ്റിന് മാമോഗ്രാം എന്ന് എല്ലാവരും കേട്ട് കാണും. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഇസ് എ ഫോം ഓഫ് എക്സ്റേ ഫോർ ദ ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ആകാൻ ചാൻസ് ഉണ്ടോ, എനി സസ്പെഷൻ ഉണ്ടോ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലെയും വിമൻ, ചിൽഡ്രൻ, ഗേൾസ്, ലേഡീസ് എല്ലാവർക്കും ഒരു പീരിയഡ് ഇറെഗുലാരിറ്റി വൺസ് ഓർ ട്വൈസ് അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് ഏതിനൊക്കെ നമ്മൾ പേടിക്കണം, ഏതിനൊക്കെ വറി ചെയ്യണം, ഏതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കണം, ഏതിനൊക്കെ സർജറി വേണം, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് മീറ്റേഴ്സ്. ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, ആരും അതിനെ കുറിച്ച് ഇതിനെന്തിനാ നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ബട്ട് പ്ലീസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ ലൈഫ്, ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ ഹെൽത്ത്. ഈ ഒരു വേൾഡ് വിമൻസ് ഡേയിൽ ആസ് എ ഗൈനക്കോളജിസ്റ്റ് I would still suggest, along with every other aspect of your life, give importance to your health also. നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം ഒരു കൺസേണിനോ സ്വന്തം ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടോ നമ്മളൊന്ന് ഇച്ചിരി ഒരു എഫേർട്ട് എടുത്ത് അതൊരു സെൽഫിഷ്നെസ് ഒരിക്കലും ആകില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗുഡ് അവയർനെസ് ആൻഡ് ഗുഡ് ഹെൽത്തി ലൈഫ്. താങ്ക് യു.